ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അസർട്ടീവ് സെന്റൻസ്. അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇറ്റ്സ് എ വെർബ് ഫോം ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ഒക്കർ ഇൻ ഫ്യൂച്ചർ. ഇനി വരാൻ പോകുന്ന കാലത്ത്, ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വെർബാണ് എന്ത് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ്. ആദ്യം ഫോർമുലയിൽ നമ്മൾ സബ്ജക്റ്റ് കൊണ്ടുവരും, പിന്നെ വിൽ, ആ സബ്ജക്റ്റിന് ശേഷം സബ്ജക്റ്റ് പ്ലൂറൽ ആവട്ടെ സിംഗുലർ ആവട്ടെ വില്ല് ആഡ് ചെയ്യും. അതിനുശേഷം ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആഡ് ചെയ്യുന്നതാണ്. അതിന്റെ എക്സാമ്പിൾസിലേക്ക് ഒന്ന് പോയി നോക്കാം. നോക്കൂ അതിന്റെ എക്സാമ്പിൾസ്. ദേ വിൽ ട്രാവൽ ടു യൂറോപ്പ് ഫോർ ദിയർ ഹണിമൂൺ. അവരുടെ ഹണിമൂണിന് വേണ്ടി അവർ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യും. അപ്പൊ ഇവിടെ ദേ എന്നുള്ളതാണ് സബ്ജക്റ്റ്, വിൽ എന്നുള്ള അത് ആഡ് ചെയ്തു, വിൽ എന്നുള്ള ഓക്സിലറി വെർബ് ആഡ് ചെയ്തു, ട്രാവൽ എന്നുള്ള അതാണ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. പിന്നെ ടു യൂറോപ്പ് ഫോർ ദെയർ ഹണിമൂൺ എന്ന് സെന്റൻസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തതാണ്. ഏതായാലും ദേ വിൽ ട്രാവൽ, അവർ യാത്ര ചെയ്യും എന്നുള്ളതാണ് കറക്റ്റായ സെന്റൻസ്. അതിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെന്റൻസുകൾ എത്രയും നീട്ടി പറയാവുന്നതാണ്. അതിന്റെ രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. രേഷ്മ വിൽ കുക്ക് ബിരിയാണി. രേഷ്മ ബിരിയാണി കുക്ക് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ വിച്ച് ഇസ് നെഗറ്റീവ്. നെഗറ്റീവ് ഉണ്ടാക്കേണ്ടത് ഈ രൂപത്തിലാണ്. ആഡ് നോട്ട് ആഫ്റ്റർ ഓക്സിലറി. ഓക്സിലറി ഏതായിരുന്നു ഇവിടെ? വിൽ എന്നുള്ളതാണ്. അപ്പോൾ വി ഹാവ് ടു ആഡ് the word not after auxiliary which is will. നേരത്തെ പറഞ്ഞ അസേർട്ടീവ് സെന്റൻസുകൾ തന്നെയാണ് ഞാൻ ഇവിടെ ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ they will travel എന്നായിരുന്നു അസേർട്ടീവ്. ഇവിടെ they will not travel to Europe for their honeymoon. അപ്പോൾ ഇവിടെ will എന്നുള്ള ഓക്സിലറി വെർബിന്റെ ശേഷം നോട്ട് ആഡ് ചെയ്തപ്പോൾ എന്തായി? നെഗറ്റീവ് സെന്റൻസ് കിട്ടി. they will not travel. That's it. Come to the next and second example which is Reshma will not cook biryani. രേഷ്മ എന്ത് ചെയ്യൂല? ബിരിയാണി ഉണ്ടാക്കൂല, കുക്ക് ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ രൂപത്തിലാണ് നെഗറ്റീവ് സെന്റൻസുകൾ നാം കണ്ടുപിടിക്കുന്നത്. അസേർട്ടീവ് സെന്റൻസിൽ നിന്നും നെഗറ്റീവ് സെന്റൻസുകൾ കണ്ടുപിടിക്കുന്നത് ഈ രൂപത്തിലാണ്. Let's move on to the next one which is yes or no questions. How to find out yes or no questions in simple future tense. Take auxiliary which is will before the subject. First take a look at the assertive sentence, and from the assertive sentence example we will take the auxiliary which is will and bring in front of the subject as well. നോക്കൂ ഉദാഹരണം. Will they travel to Europe for their honeymoon? Will they travel? അപ്പോൾ they will travel എന്നുള്ളതായിരുന്നു അവിടുത്തെ അസേർട്ടീവ് സെന്റൻസ്. ആ അസേർട്ടീവ് സെന്റൻസിൽ നിന്നും will എന്നുള്ള ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് yes or no questions കിട്ടി. Will they travel to Europe for their honeymoon? എന്നൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കുകയും ചെയ്താൽ yes or no questions കിട്ടി. That's it. And next example, will Reshma cook biryani? രേഷ്മ ബിരിയാണി ഉണ്ടാക്കുമോ, കുക്ക് ചെയ്യോ എന്നുള്ളതാണ് yes or no questions. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. വി ഹാവ് ടു ടേക്ക് ദ ഓക്സിലറീസ് വിച്ച് ഈസ് വിൽ ഓർ ഷോൾ ആൻഡ് ബ്രിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സബ്ജക്റ്റ്. വെദർ ദ സബ്ജക്റ്റ് കുഡ് ബി ഇൻ സിംഗുലർ ഫോം ഓർ പ്ലൂറൽ ഫോം, നോ മാറ്റർ, വി ആർ യൂസിങ് ഓൺലി ദ വിൽ. Next and last type of sentence is WH question. How to form and create WH questions. Yes or no questions കിട്ടിയാൽ പിന്നെ WH questions ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. Yes or no questionsil ഒരു മാറ്റവും വരുത്താതെ WH question sentenceകൾ വേർഡ്സുകൾ ആഡ് ചെയ്താൽ നമുക്ക് ആ സെന്റൻസ് ലഭിക്കുന്നതാണ്. നോക്കൂ, add any WH question word into yes or no question sentences. yes or no question sentence ഇതിന് തൊട്ട് മുമ്പ് കിട്ടിയ yes or no question sentence ഉണ്ടല്ലോ, ആ സെന്റൻസുകളിലേക്ക് WH question words ആഡ് ചെയ്താൽ നമുക്ക് WH question sentence കിട്ടും. How to make it?
Let's have a look at it. നോക്കൂ, വിൽ ദേ ട്രാവൽ ടു യൂറോപ്പ് ഫോർ ദ ഹണിമൂൺ എന്നുള്ളതായിരുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് വെൻ എന്നുള്ളത് ആഡ് ചെയ്തു. വെൻ എന്നുള്ള WH ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്തപ്പോൾ we got whole WH question sentence as well. When will they travel to Europe for their honeymoon? This is the extension of the sentence. Okay, that's why we added some more words to extend the sentences. Okay, this is the WH questions. When will they travel? രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ഹൗ വിൽ രേഷ്മ കുക്ക് ബിരിയാണി? രേഷ്മ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്? എങ്ങനെ ബിരിയാണി ഉണ്ടാക്കും? അപ്പോൾ വിൽ രേഷ്മ കുക്ക് ബിരിയാണി എന്നുള്ളതായിരുന്നു പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അതിന്റെ മുമ്പ് ഹൗ എന്നുള്ള WH ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്തപ്പോൾ WH ക്വസ്റ്റ്യൻ സെന്റൻസ് കിട്ടി. ദാറ്റ്സ് ഇറ്റ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നോക്കൂ. ഹൗ വിൽ രേഷ്മ കുക്ക് ബിരിയാണി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള simple future WH question sentence. Most of the students making the same mistake in which they will tell how Reshma will cook biryani. How Reshma will cook biryani. First WH question word പറയും. How, when, what തുടങ്ങിയിട്ടുള്ള WH question words പറയും. അതിന് ശേഷം സബ്ജക്റ്റ് പറയും. അങ്ങനെ സബ്ജക്റ്റ് പറയുന്നത് ചെറിയൊരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ആണ്. അല്ല, അതിന്റെ ശേഷം ഈ ഓക്സിലറി വേർബ്സ് ആണ് പറയേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പിന്നെ ട്രബിൾസ് ഒന്നും വരുത്താതെ ആദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒരു ചേഞ്ചും വരുത്താതെ എടുക്കുന്നു. അതിന്റെ മുമ്പിലേക്ക് WH ക്വസ്റ്റ്യൻസ് വേർഡ് ആഡ് ചെയ്താൽ WH ക്വസ്റ്റ്യൻ സെന്റൻസ് കിട്ടി. അല്ലെങ്കിൽ നോക്കൂ, when they will travel to Europe for their honeymoon എന്ന് പറയുകയാണെങ്കിൽ അത് WH ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് അതിന്റെ അർത്ഥം എങ്ങനെയായി മാറും? അവർ യൂറോപ്പിലേക്ക് ഹണിമൂണിന് വേണ്ടി പോകുമ്പോൾ അതിന്റെ ശേഷം വേറൊരു സെന്റൻസ് കൂടി പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ആ രൂപത്തിലുള്ള സെന്റൻസ് ആയി മാറും. നാം when they will travel എന്ന് പറയുകയാണെങ്കിൽ, അതേസമയം when will they travel to Europe എന്ന് ചോദിക്കുകയാണെങ്കിൽ exact WH question we got it. That's it for today's video. I hope you enjoyed and you have understood anything. If you have any queries or questions, let me know in the comment box. That's it. Bye.